ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും അവര് എല്ലാ ഏരിയയിലും അവർക്ക് അതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ട്. കാരണം ചെറുപ്പത്തിലൊക്കെ നമുക്ക് അറിയാലോ, ഒരു മൂവി പോസ്റ്റർ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാലേട്ടന്റെ ഫോട്ടോ കാണുമ്പോൾ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ കാണുമ്പോൾ ഇവരെയൊക്കെ എന്തെങ്കിലും കാണാൻ പറ്റുമോ, മീറ്റ് ചെയ്യാൻ പറ്റുമോ? അത് തുടരും സിനിമയിൽ നിങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ആഘോഷിച്ചിട്ടുണ്ടല്ലേ? ആ കാണാൻ പറ്റുമോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ്, എന്തോരം പോസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾ. അതെങ്ങനെയായിരുന്നു തുടരും സിനിമയിലേക്കുള്ള? അത് ചില പ്രൊഡക്ഷനുകൾക്കും ചില ഡയറക്ടേഴ്സിന് നിർബന്ധമുണ്ട്. അതായത് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള പോസ്റ്ററുകൾ ഒരേ മീറ്ററിൽ പോകണം എന്നുള്ളതും ഒരേ ക്വാളിറ്റി വേണം. കാരണം ലാലേട്ടൻ അതിനകത്ത് ഇങ്ങനെയാണെന്നുള്ളത് എന്തുകൊണ്ട് പൊതുജനം അറിഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഏജൻസിയുടെ അകത്ത് മാത്രം നിന്നോണ്ടാ. അതേസമയം അത് മറ്റ് പലയിടത്തായിട്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കഥയൊക്കെ ഓൾറെഡി റിവീൽ ആയി പോയേനെ. അത് മൊത്തം നമ്മൾ കാണുമ്പോൾ എന്താണ്, ഒരു സ്റ്റില്ലായിട്ടാണ് വിചാരിക്കുക. അതിന്റെ ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഞങ്ങൾ പുറത്തോട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം വേറെ വേറെ സ്റ്റില്ലുകളാണ്. ഇപ്പം ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയ സമയത്ത് ലാലേട്ടനെ കൊച്ചിനെ പിടിച്ച് അവർ സ്കൂൾ വിട്ട് ഇറങ്ങുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതിന്റെ ബ്രേക്ക് ഡൗൺസ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതേപോലെ ലാലേട്ടൻ പേപ്പർ വായിക്കുന്ന സാധനം എല്ലാം അത് ഒരു സ്റ്റില്ലല്ല. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതിപ്പോൾ എന്ത് ഒറ്റ സ്റ്റിൽ എടുത്തല്ലേ. പക്ഷെ അതെല്ലാം മാനിപ്പുലേഷൻ ചെയ്ത് കളർ ഗ്രേഡ് ചെയ്ത് എടുത്തിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ് ആണ് അതെല്ലാം. അടിപൊളി തന്നെ. നമ്മള് സെറ്റിലൊക്കെ കാണാൻ ചെല്ലുമ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കൊരു മടി ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന് ശേഷം ഞങ്ങൾ ഹൃദയപൂർവ്വം ചെയ്യുന്നു. അപ്പൊ ആൾക്ക് ഞങ്ങളെ അറിയാം. അപ്പൊ അത് സത്യം പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ലാലേട്ടനെ പോലെ ഒരു വ്യക്തി നമ്മളെ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും പറയാൻ ഭയങ്കര ഹൈ ആണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സൈറ്റ്മെന്റ് കാണാനുണ്ട്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ലാലേട്ടൻ കഴിഞ്ഞപ്പോ ടർബോ മമ്മൂക്കയുടെ അതെങ്ങനെയായിരുന്നു ടർബോയിലേക്കുള്ള? മമ്മൂക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും. കാരണം മമ്മൂക്ക് തന്നെ മമ്മൂക്ക ഫസ്റ്റ് ലുക്ക് വരുന്ന സമയത്ത് മമ്മൂക്ക അവിടെ നമ്മൾ സെറ്റിൽ ചെല്ലുന്ന മമ്മൂക്കനെ പോസ്റ്റേഴ്സ് ഒക്കെ കാണിക്കണം. മമ്മൂക്കൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ നമ്മൾ വൈശാഖനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ രണ്ടുപേരും കൂടെ അവര് തമ്മിലൊരു തീരുമാനത്തിലെത്തും. അങ്ങനെ നമ്മൾ കറക്ഷൻസ് ഒക്കെ തീർക്കും. നമുക്ക് വ്യക്തിപരം ഈ പറയുന്ന ഡിസൈനിലൊക്കെ നമുക്കടെ അഭിപ്രായങ്ങൾ പറയും. അത് ഭയങ്കര രസമാണ്. ആള് ഈ പറയുന്ന പോലെ തന്നെ അന്ന് എനിക്ക് തോന്നുന്നു 1-2 തവണയൊക്കെ ആളെ കണ്ടതിന് ശേഷം ഒരു ടീഷർട്ട് കൊടുത്തേക്കെന്നൊക്കെ പറഞ്ഞ ടീഷർട്ട് ഒക്കെ കിട്ടിയായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് പറയുമ്പോഴേ നമ്മൾ സ്ഥിരം സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഏജൻസി മൂഡിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോൾ ശരിക്കും ആ ഒരു എക്സ്പോഷറും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആ ഒരു എനർജിയാണ് ശരിക്കും നമുക്ക് സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ ഒരു ഈ പറയുന്ന എക്സ്റ്റസി എന്ന് പറയില്ലേ, ആ ഒരു സംഭവം. ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും അവര് എല്ലാ ഏരിയയിലും അവർക്ക് അതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ട്. അവര് പോസ്റ്ററിൽ എന്നല്ല, പോസ്റ്ററിൽ എന്ത് വേണമെന്ന് അവർക്കും വ്യക്തമായിട്ട് ടൈറ്റിൽ അല്ലെങ്കിൽ ഇതാണ് ഒരു പോസ്റ്റർ ഡിസൈനറും കൂടെ അവർക്ക് അതൊക്കെ അറിയാം. കറക്റ്റായിട്ട് അവരത് പറയും.